കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ ചരക്ക് കപ്പലിന് തീപിടിച്ചു. കോഴിക്കോട് കണ്ണൂർ തീരത്തു നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിനുള്ളിലെ കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായത്. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് 503 എന്ന കപ്പലിലാണ് ഇന്നലെ രാവിലെ 9:30 തീപിടുത്തമുണ്ടായത്. അപകടത്തെ തുടർന്ന് കടലിലേക്ക് ചാടിയ 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷാ ബോട്ടുകളിൽ നിന്നും നാവികസേന കപ്പലായ INS സൂറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ മംഗളൂരുവിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. കാണാതായ 4 പേർക്കായി തിരച്ചിൽ നടക്കുകയാണ്. രക്ഷപ്പെട്ടവരിൽ 2 പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. വൻ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് അപകട മേഖലയിൽ നിരീക്ഷണം നടത്തിയ സേനാ വിമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കപ്പലിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി തീ പടരുകയായിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ രാത്രി വൈകിയും വിജയിച്ചിട്ടില്ല. അപകട വിവരം അറിഞ്ഞ് കോസ്റ്റ് ഗാർഡിന്റെ 4 കപ്പലുകളും നാവികസേനയുടെ കപ്പലും ഡോണിയർ വിമാനങ്ങളുമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. അപകടത്തിൽപ്പെട്ട ജീവനക്കാരെ രക്ഷപ്പെടുത്തി ബേപ്പൂർ തുറമുഖത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നായിരുന്നു ആദ്യ വിവരം. മംഗളൂരുവിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനെത്തിയ കപ്പലിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവർ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കും. കപ്പൽ ജീവനക്കാരെ കേരള തീരത്തെത്തിച്ചാൽ വിദഗ്ധ ചികിത്സ നൽകാൻ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ബേപ്പൂരിനടുത്തുള്ള സ്വകാര്യ ആശുപത്രികൾ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയതായി പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത വാര്യർ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലീസ്, ഫയർഫോഴ്സ്, തീരദേശ സേന, ആരോഗ്യവകുപ്പ് എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്ക് സുസജ്ജരാകാൻ നിർദ്ദേശം നൽകിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. തീ പിടിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ കപ്പൽ മുങ്ങിയിട്ടില്ലെന്നായിരുന്നു വിവരം. എന്നാൽ തുടർന്നും സ്ഫോടന സാധ്യതയുള്ളതിനാൽ ജീവനക്കാർ കടലിലേക്ക് ചാടിയത്. കപ്പലിലുണ്ടായ ഒരു കണ്ടെയ്നറിലാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് വിവരം. മറ്റു കപ്പലുകൾക്കും അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തുറമുഖ വകുപ്പ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപകട മേഖലയ്ക്ക് സമീപം മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പെട്ടെന്ന് തീപിടിക്കുന്ന വിവിധ തരം ആസിഡുകൾ, ലിഥിയം ബാറ്ററികൾ, ഗൺ പൗഡർ, ടർപ്പന്റൈൻ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. പൊട്ടിത്തെറിയെ തുടർന്ന് 20ഓളം കണ്ടെയ്നറുകളും കടലിൽ വീണിട്ടുണ്ട്. കപ്പലിൽ 650ഓളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് സൂചന. 20 വർഷം പഴക്കമുള്ള കപ്പലിന് 270 മീറ്റർ നീളമുണ്ട്. ചൈന, മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് പൗരന്മാരാണ് ജീവനക്കാർ. ഇക്കഴിഞ്ഞ 7-ാം തീയതി കൊളംബോയിൽ നിന്നും പുറപ്പെട്ട കപ്പൽ ഇന്ന് മുംബൈ തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു. എന്തായാലും തിരക്കേറിയ കപ്പൽ ചാലിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ആശങ്കയാണ്. കേരള തീരത്ത് അടുത്തടുത്ത് 2ാമത്തെ കപ്പലപകടമാണ് ഇപ്പോൾ ഉണ്ടായത്. മെയ് 24-നായിരുന്നു കൊച്ചി തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയത്. ഈ അപകടമുണ്ടായി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു കപ്പൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അഴീക്കൽ തുറമുഖത്ത് നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്ക് കപ്പലിന് തീപിടിച്ചത്. അഴീക്കൽ കോസ്റ്റ് പോലീസിന് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതോടെ ദുരന്തത്തെ നേരിടാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു അഴീക്കൽ പോർട്ട് ഓഫീസ് അധികൃതർ. തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ കാർഗോ കപ്പലിൽ ഉണ്ടെന്ന വിവരം പുറത്തു വന്നതും വെല്ലുവിളിയുടെ വ്യാപ്തി കൂട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുകയെന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺ കുമാർ അറിയിച്ചു. ചരക്ക് കപ്പൽ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ കടൽവെള്ളം പരിശോധിച്ചിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് നടപടിയുണ്ടായത്. അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ വീണതായ റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടിയുണ്ടായത്. കപ്പലിൽ പെട്ടെന്ന് തീപിടിക്കുന്നതും വിഷാംശമുള്ളതുമായ ചരക്കുകൾ ഉണ്ടായ പശ്ചാത്തലത്തിലുമാണ് പരിശോധന. പയ്യമ്പലം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടൽവെള്ളം ശേഖരിച്ച് പരിശോധനയും നടത്തി. നാവികസേനയുടെ INS സൂറത്ത് കപ്പൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. തീപിടുത്തമുണ്ടായ കപ്പലിന് സമീപമായി കോസ്റ്റ് ഗാർഡിന്റെ വൺ മാർവൽ എന്ന കപ്പൽ കൂടി ഉണ്ടെന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള പറഞ്ഞു. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഡോണിയർ വിമാനങ്ങൾ നിരീക്ഷണത്തിനുണ്ട്. ലൈഫ് ബോട്ടുകളിൽ വരികയായിരുന്ന 18 കപ്പൽ ജീവനക്കാരെ ആദ്യം തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മിക്കവർക്കും മാരകമായ പൊള്ളലേറ്റിട്ടുള്ളതായും നാവികസേനാ വൃത്തങ്ങൾ പറഞ്ഞു. എന്തായാലും
സമയം കഴിയും തോറും കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.